തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 13-ാം അധ്യായം. ബഥേലിനെതിരെ പ്രവചനം. ജെറോബോവാം ധൂപാർപ്പണത്തിന് ബലിപീഠത്തിനരികെ നിൽക്കുമ്പോൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൈവപുരുഷൻ യൂദയായിൽ നിന്ന് ബഥേലിൽ വന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, അല്ലയോ ബലിപീഠമേ, കർത്താവ് അരുൾ ചെയ്യുന്നു, ദാവീദിന്റെ ഭവനത്തിൽ ജോസിയ എന്ന ഒരു പുത്രൻ ജനിക്കും. നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും. മനുഷ്യാസ്തികൾ നിന്റെ മേൽ ഹോമിക്കും. അതുതന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു, കർത്താവാണ് സംസാരിച്ചത് എന്നതിന്റെ അടയാളം ഇതാണ്. ഇതാ, ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം ഊർന്നു വീഴും. ദൈവപുരുഷൻ ബഥേലിലെ ബലിപീഠത്തിന് നേരെ പ്രഖ്യാപിച്ചത് കേട്ട് ജെറോബോവാം ബലിപീഠത്തിനരികെ ചെന്ന് കൈ നീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ അവന്റെ കരം മരവച്ച് മടക്കാൻ കഴിയാതെയായി. കർത്താവിന്റെ കൽപ്പനയാൽ ദൈവപുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു. രാജാവ് അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക. അവിടുന്ന് എന്റെ കരം സുഖപ്പെടുത്തട്ടെ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. രാജാവിന്റെ കരം പഴയപടിയായി. രാജാവ് അവനോട് പറഞ്ഞു, നീ എന്നോട് കൂടെ കൊട്ടാരത്തിൽ നിന്ന് സത്കാരം സ്വീകരിക്കുക. ഞാൻ നിനക്കൊരു സമ്മാനം തരാം. അവൻ പ്രതിവചിച്ചു, നിന്റെ കൊട്ടാരത്തിന്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല. ഇവിടെ വെച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുതെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ ബഥേലിൽ നിന്നു വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി. അക്കാലത്ത് ബഥേലിൽ ഒരു വൃദ്ധപ്രവാചകൻ ഉണ്ടായിരുന്നു. അവന്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ചെയ്ത കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ചു. അവൻ അവരോട് ചോദിച്ചു, ഏതു വഴിക്കാണ് അവൻ പോയത്? യൂദയായിൽ നിന്നുള്ള ദൈവപുരുഷൻ പോയ വഴി പുത്രന്മാർ അവന് കാട്ടിക്കൊടുത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ ജീനിയിട്ടു. അവൻ കഴുതപ്പുറത്ത് കയറി. ദൈവപുരുഷൻ പോയ വഴിയെ അവൻ തിരിച്ചു. ഒരു ഓക്ക് വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് കണ്ടു ചോദിച്ചു, അങ്ങാണോ യൂദയായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ? ഞാൻ തന്നെ, അവൻ പ്രതിവചിച്ചു. അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് അവൻ ദൈവപുരുഷനോട് പറഞ്ഞു. അവൻ പ്രതിവചിച്ചു, എനിക്ക് അങ്ങയുടെ കൂടെ വരാനോ വീട്ടിൽ കയറാനോ ഇവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വൃദ്ധൻ പറഞ്ഞു, ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാണ്. ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക. അവൻ പറഞ്ഞത് വ്യാജമായിരുന്നു. ദൈവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ദൈവപുരുഷനെ വിളിച്ചുകൊണ്ടുവന്ന പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യൂദയായിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു, നീ കർത്താവിന്റെ വചനം ശ്രവിച്ചില്ല. കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല. നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് നീ ഭക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരോട് കൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു.
ഭക്ഷണത്തിന് ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന ദൈവപുരുഷനു വേണ്ടി കഴുതയ്ക്ക് ജീനിയിട്ടു. മാർഗമധ്യേ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. ജഡത്തിനരികെ സിംഹവും കഴുതയും നിന്നു. വഴിപോക്കർ നിരത്തിൽ കിടക്കുന്ന ജഡവും അരികിൽ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു. അവർ വൃദ്ധപ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വിവരമറിയിച്ചു. അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ ഇത് കേട്ട് പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന ലംഘിച്ച ദൈവപുരുഷൻ തന്നെ അവൻ. കർത്താവ് അരുളി ചെയ്തതുപോലെ അവനെ സിംഹത്തിന് വിട്ടുകൊടുക്കുകയും അത് അവനെ ചിന്തിക്കളയുകയും ചെയ്തു. അവൻ മക്കളോട് പറഞ്ഞു, കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവൻ ചെയ്ത ദൈവപുരുഷന്റെ ജഡം വഴിയിൽ കിടക്കുന്നതും അതിനരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു. സിംഹം ജഡം ഭക്ഷിക്കുകയോ കഴുത ആക്രമിക്കുകയോ ചെയ്തില്ല. ദുഃഖാചരണത്തിനും സംസ്കാരത്തിനുമായി വൃദ്ധപ്രവാചകൻ ജഡം കഴുതപ്പുറത്ത് വെച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നു. അവൻ തന്റെ സ്വന്തം കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അയ്യോ സഹോദര എന്ന് വിളിച്ച് അവൻ വിലപിച്ചു. അനന്തരം അവൻ പുത്രന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ദൈവപുരുഷനെ അടക്കിയ കല്ലറയിൽ തന്നെ എന്നെയും സംസ്കരിക്കണം. ഞാൻ എന്റെ അസ്ഥികൾ അവന്റെ അസ്ഥികൾക്കരികെ നിക്ഷേപിക്കുക. ബഥേലിലെ ബലിപീഠത്തിനും സമരിയായിലെ പട്ടണങ്ങളിലുമുള്ള പൂജാഗിരികൾക്കും എതിരായി കർത്താവിന്റെ കൽപ്പന പോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും സംഭവിക്കും. ജെറോബോവാം അധർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല. എല്ലാ ജനവിഭാഗത്തിലും നിന്നും പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു. ആഗ്രഹിച്ചവരൊക്കെ അവൻ പുരോഹിതന്മാരാക്കി. ഭൂമുഖത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടത്തക്ക വിധം ജെറോബോവാവിന്റെ ഭവനത്തിന് ഇത് പാപമായി തീർന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ 14-ാം അധ്യായം. ജെറോബോവാമിന് ശിക്ഷ. അക്കാലത്ത് ജെറോബോവാവിന്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറോബോവാം ഭാര്യയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എന്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണം എന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട്. 10 അപ്പവും കുറെ അടയും 1 ഭരണി തേനുമായി നീ അവന്റെ അടുക്കൽ ചെല്ലുക. കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും. അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി. വാർദ്ധക്യ നിമിത്തം കണ്ണും മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല. ജെറോബോവാമിന്റെ ഭാര്യ തന്റെ രോഗിയായ പുത്രനെ കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. വേറൊരുവളുമായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽ പെരുമാറ്റം കേട്ട് അഹിയ പറഞ്ഞു, ജെറോബോവാമിന്റെ ഭാര്യ അകത്തു വരൂ. നീ വേറൊരുവളായി നടിക്കുന്നതെന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. നീ ചെന്ന് ജെറോബോവാമിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ നായകനാക്കി. ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു. നീയാകട്ടെ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും എന്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത പുണ്യ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എന്റെ ദാസൻ ദാവീദിനെ പോലെയല്ല. മാത്രമല്ല, നിന്റെ മുൻഗാമികളെക്കാൾ അധികം നീ തിന്മ പ്രവർത്തിച്ചു. നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു, എന്നെ പുറന്തള്ളുകയും ചെയ്തു. ആകയാൽ ജെറോബോവാമിന്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും. ഇസ്രായേലിൽ ജെറോബോവാവുമായുള്ള അടിമകളും സ്വതന്ത്രരുമായ പുരുഷന്മാരെയെല്ലാം ഞാൻ വിച്ഛേദിക്കും. ജെറോബോവാമിന്റെ കുടുംബത്തെ ചപ്പുചവറുകൾ എരിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും. ജെറോബോവാമിന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും വെളിപ്രദേശത്ത് വെച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവുകളും ഭക്ഷിക്കും. കർത്താവാണ് ഇത് അരുൾ ചെയ്തത്. എഴുന്നേറ്റ് വീട്ടിൽ പോവുക. നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും. ഇസ്രായേൽ ജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും. ജെറോബോവാമിന്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ.
എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ജെറോബോവാമിന്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരുന്നു. കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും. അവൻ ജെറോബോവാമിന്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും. ഇസ്രായേൽ അക്ഷോര പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണ ആടുന്നത് പോലെ അവിടുന്ന് അവരെ അടിച്ച് ഉലയ്ക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ നല്ല ദേശത്തു നിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യൂഫ്രട്ടീസ് നദിക്കപ്പുറം ചിതറിച്ചു കളയുകയും ചെയ്യും. പാപം സ്വന്തം ചെയ്യുകയും പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറോബോവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവെടിയും. ജെറോബോവാമിന്റെ ഭാര്യ തീർസായിലേക്ക് മടങ്ങി. അവൾ കൊട്ടാരത്തിന്റെ ഭൂമുഖത്ത് എത്തിയപ്പോൾ കുട്ടി മരിച്ചു. കർത്താവ് തന്റെ ദാസനായ അഹിയാ പ്രവാചകനിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ചു ദുഃഖം ആചരിച്ചു. ജെറോബോവാമിന്റെ മരണം. ജെറോബോവാമിന്റെ യുദ്ധങ്ങളും ഭരണവും ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറോബോവാം 22 വർഷം രാജ്യം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. മകൻ നാദാബ് രാജാവായി. യൂദാ രാജാക്കന്മാർ. ജെറോബോവാം. സോളമന്റെ മകൻ റഹോബോവാം ആണ് യൂദയായിൽ വാണിരുന്നത്. ഭരണം ഏൽക്കുമ്പോൾ അവന് 41 വയസ്സായിരുന്നു. കർത്താവ് ഇസ്രായേലിൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ അവൻ 17 വർഷം ഭരിച്ചു. അവന്റെ അമ്മ അമ്മോന്യ സ്ത്രീയായ നാമ ആയിരുന്നു. യൂദ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി. എല്ലാം കുന്നുകളിലൂടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെ ചുവട്ടിലും അക്ഷോര പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു. ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺവേശ്യ സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ആട്ടിയകറ്റിയ ജനതകളുടെ എല്ലാ മ്ലേച്ഛതകളിലും അവർ മുഴുകി. ഹൊറോബോവാമിന്റെ വാഴ്ചയുടെ 5-ാം വർഷം ഈജിപ്തിലെ രാജാവായ ഷീഷാഖ് ജെറുസലേമിനെ ആക്രമിച്ചു. ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവർ കവർന്നെടുത്തു. എല്ലാം അവൻ കൊണ്ടുപോയി. ഹൊറോബോവാം അവയ്ക്ക് പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽപ്പട തലവന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും പിന്നീട് കാവൽപുരകളിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പോന്നു. റഹോബോവാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റഹോബോവാമും ജെറോബോവാമും നിരന്തരം പൊരുതിക്കൊണ്ടിരുന്നു. റഹോബോവാം മരിച്ച് തന്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അമ്മോനിയയായ നാമ ആയിരുന്നു അവന്റെ അമ്മ. അവന്റെ മകൻ അബിയാ ഭരണമേറ്റു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ 15-ാം അധ്യായം. അബിയാം. നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ വാഴ്ചയുടെ 18-ാം വർഷം അബിയാം യൂദയായിൽ ഭരണം ആരംഭിച്ചു. അവൻ 3 വർഷം യെരുസലേമിൽ ഭരിച്ചു. അബ്സലോമിന്റെ മകൾ മാഖ ആയിരുന്നു അവന്റെ അമ്മ. പിതാവിന്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവീദിന്റേതുപോലെ ആയിരുന്നില്ല അവന്റെ ഹൃദയം. എങ്കിലും ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിന് കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥാപിതമാക്കുകയും ചെയ്തു. ദാവീദ് ഹിത്യനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു. അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദയാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അബിയാമും ജെറോബോവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു. അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു.
അവന്റെ മകൻ ആസ ഭരണമേറ്റു. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ വാഴ്ചയുടെ 20-ാം വർഷം ആസ യൂദയായിൽ ഭരണം തുടങ്ങി. അവൻ ജെറുസലേമിൽ 41 കൊല്ലം ഭരിച്ചു. അവന്റെ പിതാമഹി അബ്സലോമിന്റെ മകൾ മാഖ ആയിരുന്നു. ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർത്തിച്ചു. അവൻ നാട്ടിൽ നിന്നും ദേവീപ്രീതിക്കായുള്ള ആൺവേശ്യ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു. പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമാർജനം ചെയ്തു. പിതാമഹിയായ മാഖ അക്ഷോരയ്ക്ക് മ്ലേച്ഛ വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി. വിഗ്രഹം തകർത്ത് കിദ്രോൺ അരുവിക്കരികിൽ ദഹിപ്പിച്ചു. എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. എങ്കിലും ജീവിതകാലം മുഴുവൻ ആസയുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. താനും തന്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവന്നു. ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ഇസ്രായേൽ രാജാവായ ബാഷ യൂദയായ്ക്കെതിരെ പുറപ്പെട്ടു. യഹൂദ രാജാവായ ആസായുമായി ബന്ധം ഉണ്ടാക്കാതിരിക്കാൻ റാമ നിർമ്മിച്ചു. ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹെസിയോനിന്റെ പൗത്രനും തംബ്രിയോമിന്റെ മകനുമായ ബെൻഹദാദ് എന്ന് സിറിയൻ രാജാവിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നതുപോലെ നമുക്കും സഖ്യം ചെയ്യാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ രാജ്യത്തിൽ നിന്നും പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ആസ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബെൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു. അവർ നഫ്താലി ദേശത്തോടൊപ്പം ഈയോൻ, ദാൻ, ആബേൽ, ബെസ്മാക്ക, കിന്നറോത്ത് എന്നിവ കീഴടക്കി. ഇതറിഞ്ഞു ബാഷ റാമയുടെ നിർമ്മാണം നിർത്തിവെച്ച് തിർസായിൽ തന്നെ താമസിച്ചു. ആസ രാജാവ് ഒരു വിളംബരം മൂലം യൂദാ നിവാസികളെ വിളിച്ചുകൂട്ടി. ആരെയും ഒഴിവാക്കിയില്ല. റാമ പണിയാൻ ബാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു. ആസ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബയും മിസ്പായും നിർമ്മിച്ചു. ആസയുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപെട്ടു. അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ മകൻ യഹോഷാഫാത്ത് ഭരണമേറ്റു. ഇസ്രായേൽ രാജാക്കന്മാർ നദാബ്. ജെറോബോവാമിന്റെ മകൻ നദാബ് യഹൂദ രാജാവായ ആസയുടെ 2-ാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു. അവൻ 2 കൊല്ലം വാണു. തന്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി. നദാബും ഇസ്രായേലും ഫിലിസ്തീൻ നഗരമായ ഗിബത്തോൻ ആക്രമിച്ചപ്പോൾ ബാഷ അവനെ വധിച്ചു. ഇങ്ങനെ യൂദാ രാജാവായ ആസയുടെ 3-ാം ഭരണവർഷം ബാഷ നാദിബിനെ കൊന്ന് തൽസ്ഥാനത്ത് വാണു. രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിന്റെ വംശം മുഴുവൻ നശിപ്പിച്ചു. കർത്താവ് തന്റെ ദാസനും ഷീലോനിനുമായ അഹിയ വഴി അരുൾ ചെയ്തിരുന്നത് പോലെ അവന്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല. ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിച്ചതിനാലാണ് ഇത് സംഭവിച്ചത്. നാദാബിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആസായും ഇസ്രായേൽ രാജാവായ ബാഷയും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ബാഷ. യൂദാ രാജാവായ ആസായുടെ 3-ാം ഭരണവർഷം അഹിയായുടെ മകൻ ബാഷ ഭരണമേറ്റു. അവൻ 24 വർഷം ഇസ്രായേൽ രാജാവായി തീർസായിൽ വാണു.
അവനും കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ജെറോബോവാമിന്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവന്റെ പാപങ്ങളിലും ഭാഷ വ്യാപരിച്ചു. നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.